സോ യൂട്യൂബിൽ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് സെർച്ച് ചെയ്യുവാണെങ്കിൽ കുറേ അധികം സ്മാർട്ട് ഫോൺസിന്റെ വീഡിയോസ് കുറേ അധികം പേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള 30,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ആണ്. സോ നമ്മുടെ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ സീരീസ് ആണ് സാംസങ്ങിന്റെ എക്സിനോസ് സീരീസ് ആയിട്ട് വരുന്നത്. 30,000 രൂപയ്ക്ക് നിങ്ങൾ ഏതൊരു സാംസങ് ഫോൺ നോക്കിയാലും അതിനകത്ത് എക്സിനോസ് കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു എക്സിനോസ് ഫോൺ ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാത്ത ഒരു സ്മാർട്ട് ഫോൺസ് ആണ് സാംസങ്ങിനകത്തുള്ളത്. അതുപോലെ തന്നെ എക്സിനോസ് അല്ലാതെ സ്നാപ്ഡ്രാഗന്റെ സീരീസും വരാറുണ്ട്, ചിലപ്പോൾ 7S Gen 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അതും അത്രയും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അല്ല ആ ഒരു സാംസങ്ങിന്റെ സ്മാർട്ട് ഫോൺസ് 30,000 രൂപയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. മെയിൻ ആയിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺസ് റെക്കമെൻഡ് ചെയ്യാത്തതിന് കാരണമാണ് പെർഫോമൻസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ ഒരു 1 ഇയറിനൊക്കെ ശേഷം ഈ ഒരു സ്മാർട്ട് ഫോൺസിന്റെ എല്ലാം തന്നെ പെർഫോമൻസ് വളരെയധികം കുറവായിട്ടാണ് ലഭിക്കുന്നത്. അതുപോലെ കുറെ അധികം യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ബാറ്ററി ബാക്കപ്പ് വളരെയധികം പെട്ടെന്ന് തന്നെയാണ് ലോവർ ആവുന്നത്. അതുപോലെ തന്നെ പ്രൈസ് വൈസ് ഉള്ള ഫീച്ചേഴ്സ് ഒന്നും തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺസിൽ ഒന്നും തന്നെ ഇല്ലാതെ വരുന്നത്. സോ നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ് മോട്ടറോള എഡ്ജ് 55G. ഈ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റി ഓൺലൈനിൽ ചെക്ക് ചെയ്ത സമയത്ത് കുറെ അധികം പ്രശ്നങ്ങൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് എനിക്ക് യൂസേഴ്സ് നിന്ന് ലഭിച്ചിട്ടുള്ളത്. മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് ഇതിന്റെ ബാറ്ററി ലൈഫ് ആൻഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷമുള്ള കുറച്ച് ബഗ്സ് ആണ്. ബാറ്ററി ലൈഫ് നോക്കുവാണെങ്കിൽ പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം ലോ ആയിട്ടുള്ള ബാറ്ററി ബാക്കപ്പ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് മെയിൻ ആയിട്ടുള്ള അപ്ഡേറ്റ്സിന് ശേഷമുള്ള കുറെ അധികം ബഗ്സ് ആണ്. ആഫ്റ്റർ അപ്ഡേറ്റിന് ശേഷം കുറെ അധികം യൂസേഴ്സിന് ക്യാമറ ആപ്ലിക്കേഷനിൽ കുറെ അധികം ബഗ്സ് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്നാപ്ഡ്രാഗന്റെ 7 Gen 1 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഒട്ടും വൃത്തിയല്ലാത്ത ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ഇതിന് ലഭിക്കുന്നില്ല. ആൻഡ് അതുപോലെ ഈ ഓൺലൈൻ പ്രൈസ് നോക്കുവാണെങ്കിൽ 28,000 രൂപയ്ക്കാണ് ഈ സ്മാർട്ട് ഫോൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ് ഏകദേശം ഒരു 5 മാസം മുമ്പ് ലോഞ്ച് ചെയ്ത സ്മാർട്ട് ഫോൺ ആണ് OPPO F27 Pro Plus. ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഏറ്റവും വലിയ ഡ്രോപ്പ് ആക്കുന്ന വെച്ചാൽ ഇതിന്റെ ചിപ്സെറ്റും അതുപോലെ ഇതിന്റെ പെർഫോമൻസ് വൈസ് ആണ്. ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് Dimensity 7050 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഒട്ടും വാല്യൂ ഇല്ലാത്ത ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആഫ്റ്റർ അപ്ഡേറ്റിന് ശേഷം കുറെ അധികം ബഗ്സും അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് തന്നെ ഒട്ടും അങ്ങോട്ട് ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ കിട്ടുന്നില്ല. കുറെ അധികം യൂസേഴ്സിനും ബഗ്സ് ആയാലും കുറെ അധികം പെർഫോമൻസ് ഡ്രോപ്പും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. സോ ഇതിന്റെ പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഓഫ്ലൈൻ അല്ലെങ്കിൽ ഓൺലൈനിലൊക്കെ നോക്കുവാണെങ്കിൽ ഏകദേശം 30,000 രൂപയ്ക്കാണ് ഈ സ്മാർട്ട് ഫോൺ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഒരു പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഒട്ടും വൃത്തിയല്ലാത്ത ഒരു ചിപ്സെറ്റും അതുപോലെ പെർഫോമൻസും ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് OPPO പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു സ്മാർട്ട് ഫോണിന്റെ പേര് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോണിനെ പറ്റിയുള്ള ഏകദേശം ഐഡിയ കിട്ടും. നമ്മൾ ലിസ്റ്റിലെ മറ്റൊരു സ്മാർട്ട് ഫോൺ ആണ് ONEPLUS Nord CE4 Lite. ഈ ഒരു സ്മാർട്ട് ഫോണിനെ ഞാൻ ചെക്ക് ചെയ്ത സമയത്ത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് സ്നാപ്ഡ്രാഗന്റെ 695 ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ 4K പോലും സപ്പോർട്ട് ചെയ്യാത്ത ഒരു ചിപ്സെറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് അങ്ങോട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിലും ഒട്ടും അങ്ങനെ വലിയൊരു എക്സ്പെക്ടേഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫോമൻസ് അല്ല ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറിന്റെ വൈസ് നോക്കുവാണെങ്കിലും ചില രീതിക്കുള്ള സോഫ്റ്റ്വെയറിന്റെ ബഗ്സ് ഒക്കെ ഇതിനകത്തുനിന്ന് വരാറുണ്ട്. അതുപോലെ തന്നെ ക്യാമറ പെർഫോമൻസ് വൈസ് നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞാൽ 4K പോലും സപ്പോർട്ട് ചെയ്ത ഒരു സ്മാർട്ട് ഫോണിനകത്ത് 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് ക്യാമറ പെർഫോമൻസ് നിന്ന് ലഭിക്കുന്നത്. ഓവറോൾ വൈസ് നോക്കുവാണെങ്കിൽ ഒട്ടും വൃത്തിയല്ലാത്ത ഒരു ഓപ്ഷൻ തന്നെയാണ് ONEPLUSന്റെ Nord CE4 Lite എന്ന് പറയുന്നത്. ആൻഡ് ONEPLUSന്റെ ഒരു സ്മാർട്ട് ഫോൺ 12,000 രൂപയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ ഒട്ടും വൃത്തിയല്ലാത്ത ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇപ്പോഴത്തെ ഒരു ടൈമിൽ നോക്കുവാണെങ്കിൽ. സോ നമ്മുടെ ലിസ്റ്റിലെ ഏറ്റവും ഫൈനൽ സ്മാർട്ട് ഫോൺ ആയിട്ടുള്ള അതെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയ ഒരു സ്മാർട്ട് ഫോൺ ആണ് സാംസങ്ങിന്റെ S21 FE സീരീസ്. ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള ചിപ്സെറ്റ് വൈസ് നോക്കുവാണെങ്കിൽ സ്നാപ്ഡ്രാഗന്റെ 888 ചിപ്സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറെ അധികം പേര് ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് ഹീറ്റിംഗ് അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് ലഭിക്കുന്നില്ല എന്ന് പറയുമ്പോൾ കുറെ അധികം യൂസേഴ്സ് പറയുന്ന ഏറ്റവും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് നല്ല ബാറ്ററി ബാക്കപ്പും ലഭിക്കുന്നുണ്ടെന്നാണ്. ആൻഡ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഏകദേശം 30,000 രൂപയ്ക്കാണ് ഇപ്പോൾ ഓൺ സെയിലിനായിട്ട് കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു പ്രൈസ് വൈസ് നോക്കുവാണെങ്കിൽ മറ്റ് സ്മാർട്ട് ഫോണോട് കമ്പയർ ചെയ്യുന്ന സമയത്ത് അത്രയ്ക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ അല്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ 20,000 രൂപയ്ക്കുള്ളിൽ കിട്ടുവാണെങ്കിൽ അത്യാവശ്യം വൃത്തിയായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണ്. എന്നാൽ 30,000 രൂപയ്ക്കുള്ളിൽ അല്ലെങ്കിൽ 20,000 മുകളിലോട്ട് നമുക്ക് ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുവാണെങ്കിൽ ഒട്ടും വൃത്തിയല്ല. സോ ഫൈനലി അതൊക്കെയാണ് 30,000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുന്ന കുറച്ച് വേസ്റ്റ് ഉള്ള സ്മാർട്ട് ഫോൺസ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇപ്പൊ തന്നെ മസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സോ ഇതിൽ വെച്ച ടെക് വീഡിയോസ് ആയിട്ട് അടുത്ത പ്രാവശ്യം കാണാം.